ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർത്തോമാ ശ്ലീഹയാൽ AD 52 സ്ഥാപിതമായ പറവൂർ കോട്ടക്കാവ് മാർത്തോമാ തീർത്ഥാടന കേന്ദ്രത്തിൽ 1954 ദുക്ടാന തിരുനാളിന് കൊടിയേറി. പറവൂർ താലൂക്ക് പ്രസ് ക്ലബിനു വേണ്ടി നടത്തിയ വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടൻ, കൈക്കാരന്മാരായ ബിനോയ് ശ്രാമ്പിക്കൽ, ജോയ് മാഞ്ഞൂരാൻ എന്നിവർ ഈ വർഷത്തെ ദുക്ടാന തിരുനാളിന്റെ ഒരുക്കങ്ങൾ വിശദീകരിച്ചു. 1954 ദുക്ടാന തിരുനാളാണ് ഈ ആഘോഷിക്കാൻ പോകുന്നത്. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ പാദസ്പർശനമേറ്റ പുണ്യഭൂമിയിലാണ് നമ്മളായിരിക്കുക ഈ ദേവാലയം എന്നുള്ളത്. ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരില് ഒരാളായിരുന്നു മാർത്തോമാ ശ്ലീഹ. വലിയ പ്രത്യേകതകളുണ്ട് മാർത്തോമാ ശ്ലീഹ. കാരണം മാർത്തോമാ ശ്ലീഹ കർത്താവിനോട് ആവശ്യപ്പെട്ടത്, മറ്റു ശിഷ്യന്മാർക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമാസ് ശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. തോമാസ് ശ്ലീഹ മാത്രമാണ് ഇപ്രകാരം പുറത്തൊക്കെ പോയി സംസാരിക്കാനും, ആ സമയത്ത് മറ്റു ശിഷ്യന്മാരൊക്കെ ഒരുപക്ഷെ പേടി കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ മുറിയിൽ അടച്ചിരുന്നപ്പോൾ തോമാസ് ശ്ലീഹ മാത്രമേ പുറത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് പറയുന്നത്, ഞങ്ങൾക്ക് ഈശോ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു, കാര്യങ്ങൾ സംസാരിച്ചെന്ന് പറഞ്ഞു. അപ്പൊ തോമാസ് ശ്ലീഹയുടെ മനസ്സിലൊരു ആഗ്രഹം, അത് സ്നേഹത്താലുള്ള ഒരു ആഗ്രഹമാണ്. എനിക്ക് കർത്താവിനെ കാണണം, അവന്റെ മുറിവിലൊന്ന് സ്പർശിക്കണം, അവന്റെ കൈകാലുകളുടെ മുറിവുകൾ എനിക്കൊന്ന് കാണണം. അത് വലിയൊരു സ്നേഹം. അപ്പോൾ തീർച്ചയായിട്ടും തോമാസ് ശ്ലീഹ അന്ന് പ്രദർശിപ്പിച്ച അല്ലെങ്കിൽ അന്ന് കാണിച്ച ആ ഒരു ചെറിയ വാശി ഈ കത്തോലിക്ക സഭയിലെ ഈ കേരളത്തിലെ മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് വലിയൊരു അനുഗ്രഹമായി. കാരണം ഈശോ ഉയർത്തെഴുന്നേറ്റതിന് വേറെ തെളിവുകൾ ഇനി വേറെ വേണ്ട. കാരണം അപ്രകാരം തോമാസ് ശ്ലീഹയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് മാർത്തോമാ ശ്ലീഹ ഈ ഭാരതത്തിലേക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം മുസ്രീസ് പോർട്ട് അന്നുണ്ടായിരുന്നു, ആ പോർട്ടിലേക്ക് വരികയും അപ്രകാരം ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പോഴത്തെ പുതിയ പല ആർക്കിയോളജിക്കൽ സർവേ ഒക്കെ പ്രകാരം ആദ്യമായിട്ട് മുസ്ലിംസിന്റെ തൊട്ടടുത്തിരുന്ന പട്ടണം നീണ്ടൂർ അല്ലെങ്കിൽ ഈ കോട്ടക്കാവിലേക്കാണ് വന്നിരിക്കുക എന്നാണ് പറയുന്നത്. കാരണം തോമാസ് ശ്ലീഹ ഈ വഴിക്ക് പോയി, ഇവിടെ ജ്യൂസ് സ്ട്രീറ്റും കൂടി ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയാണ് ഇപ്രകാരം. അപ്പോൾ ഈ ദേവാലയ അപ്രകാരമാണ്, അല്ലെങ്കിൽ തോമാസ് ശ്ലീഹ പള്ളി സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസ സമൂഹം, അന്ന് മാമുദിസ സ്വീകരിച്ച ഒരു സമൂഹം. അങ്ങനെ AD 52 തന്നെ നമുക്ക് ഭാഗ്യം കിട്ടി. പിന്നെ വേറൊരു പ്രത്യേകത ഈ ദേവാലയത്തിനുള്ളതെന്ന് പറഞ്ഞാൽ ഒത്തിരി മാറ്റങ്ങളുമുണ്ട്. തോമാസ് ശ്ലീഹ സ്ഥാപിച്ച കുരിശ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ വേറെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു ശ്ലീഹായുടെയും അവര് മാമോദിസ നോക്കിയെങ്കിലും അവര് കൊടുത്തെങ്കിലും ശ്ലീഹായുടെ പേരിൽ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിട്ടില്ല. അത് തോമാസ് ശ്ലീഹ മാത്രമാണ്. മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ തോമാസ് ശ്ലീഹയുടെ പേരിൽ തന്നെയാണ് ഈ ക്രിസ്ത്യാനികൾ ഇന്നും അറിയപ്പെടുന്നു. മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കോട്ടക്കാവ് പള്ളി ഈ തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ 20 വർഷം തോമാസ് ശ്ലീഹ ഇവിടെ ഉണ്ടായിരുന്നു. AD 72 രക്തസാക്ഷിത്വം വരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പള്ളിയിലേക്ക് അനേകായിരങ്ങളാണ് കടന്നു വരുന്നത്. പള്ളിയിൽ അതിവിശിഷ്ടമായ മെത്രാന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഫ്രാൻസിസ് റോസ് എന്നുള്ള മെത്രാപ്പൊലീത്ത ഇവിടെയാണ് ദിവംഗതനായത്. അദ്ദേഹത്തിന്റെ ഖബറിടം ഇവിടെയുണ്ട്. അതുപോലെ തന്നെ തോമാസ് ശ്ലീഹ, മാർത്തോമാസ് ശ്ലീഹയുടെ സ്ഥാപിച്ച അന്ന് രൂപപ്പെടുത്തിയ കുരിശ്, കരിങ്കൽ കുരിശും ഇവിടെ ദേവാലയത്തിൽ, പഴയ ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ പള്ളി 1938 പണിതിട്ടുള്ളത്. പല സമയത്തും പള്ളികൾ പൊളിച്ചുപണിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. 840 പള്ളിയിൽ
വീണ്ടും പള്ളി പണിതു. അത് കഴിഞ്ഞിട്ട് 1038 പിന്നീട് 1789 ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ ഈ പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 1790 പിന്നെയും പള്ളി പണിതു. ഇപ്പോഴത്തെ പുതിയ പള്ളി എന്ന് പറയുന്നത് 1938 പണിത്. അനേകം വ്യക്തികളാണ് ഇവിടെ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നത്. തീർച്ചയായിട്ടും പാദസ്പർശമേറ്റ തോമാശ്ലീഹായുടെ ഈ സ്ഥലവും ഈ പള്ളിയിലേക്കും ഒത്തിരി ആളുകൾ വരുന്നതുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹമാണ്. തോമാശ്ലീഹയെ പോലെ ആ സ്നേഹത്തിന് വേണ്ടി, തോമാശ്ലീഹ അതാണ്, വാശി പിടിച്ചൊരു സ്നേഹമായിരുന്നു. സ്നേഹത്താലുള്ള വാശിയാണ്, അത് കുഴപ്പമില്ല. അത് കർത്താവിനെ ആ സ്നേഹമാണ്. എനിക്ക് കാണണമെന്നുള്ളത്, വേറെ പക കൊണ്ടൊന്നുമല്ല, എനിക്ക് കാണണം. ആ ഒരു തീക്ഷ്ണത കൊണ്ട് മാത്രമാണ് ഇത്രയധികം ദൂരം യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തുവാനായിട്ട് നൽകിയത്. അപ്പോൾ ഈ പുണ്യപ്പെട്ട ദേവാലയത്തിൻ്റെ തിരുനാൾ ഏറ്റവും മംഗളകരമായിട്ട് ആഘോഷിക്കാം. അതിനെല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു. ജൂലൈ 3-ാം തീയതിയാണ് നമ്മൾ ദുഃഖ്രാന തിരുനാൾ ആഘോഷിക്കുക. ദുഃഖ്രാന തിരുനാളിൻ്റെ അന്ന് നമുക്ക് 6 വിശുദ്ധ ബലികളാണ് ഇവിടെ അർപ്പിക്കപ്പെടുന്നത്. രാവിലെ 9 മണിക്ക് തോമാശ്ലീഹ മാമോദീസ നൽകിയ തീർത്ഥക്കുളത്തിന് സമീപം വെച്ച് നമ്മൾ സമൂഹ മാമോദീസായും മാമോദീസ നവീകരണവും നടത്തുന്നുണ്ട്. മാമോദീസ നവീകരണത്തിന് എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ വിശ്വാസികളും അവർക്ക് മുൻപ് അവർ നേടിയിട്ടുള്ള മാമോദീസ അത് നവീകരിക്കുകയാണ്. അതിന് 100 കണക്കിന് വിശ്വാസികൾ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഏകദേശം 9:30 മണിയോടുകൂടി ആഘോഷമായ വിശുദ്ധ കുർബാന നമ്മുടെ കോട്ടയ്ക്കാവ് പള്ളിയിൽ ആരംഭിക്കുകയും അതിനുശേഷം പള്ളി ചുറ്റി പ്രദക്ഷിണം നടക്കുകയും ചെയ്യും. പള്ളി ചുറ്റി പ്രദക്ഷിണത്തിന് ശേഷം 12 മണിയോടുകൂടി നേർച്ച സദ്യയുടെ ആശീർവാദമാണ്. അതിനുശേഷം നമ്മൾ ഇവിടെ വരുന്ന എല്ലാ വിശ്വാസികൾക്കും സമീപവാസികൾക്കും എല്ലാം നമ്മൾ പള്ളി അങ്കണത്തിൽ വെച്ച് നേർച്ച സദ്യ വിതരണം നടത്തുന്നതാണ്. നേർച്ച സദ്യ വിതരണത്തിന് നല്ലവരായ ഇടവകക്കാർ മാത്രമല്ല, സമീപവാസികളായിട്ടുള്ളവരും നാട്ടുകാരും പലരും നമ്മളെ അതിന് ഇറച്ചിയായിട്ടും അരിയായിട്ടും പച്ചക്കറികളായിട്ടും ആൾത്താര അലങ്കരിക്കാൻ പൂക്കളായിട്ടും അങ്ങനെ എല്ലാവരുടെയും കൂടിയുള്ള സഹകരണത്തോടു കൂടിയാണ് നമ്മൾ നേർച്ച സദ്യയും തിരുക്കർമ്മങ്ങളും എല്ലാം നടത്തുക. അപ്പം ഈ നേർച്ച സദ്യയിൽ പങ്കെടുക്കുവാനും വിശുദ്ധന്റെ അനുഗ്രഹം പ്രാപിക്കുവാനും നമുക്ക് യേശുക്രിസ്തുവിനെ നമ്മളെ അറിയിച്ച ആ വിശുദ്ധനോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെയും കടപ്പാടിൻ്റെയും ഭാഗമായിട്ട് ഈ നേർച്ച സദ്യയിൽ ഇവിടുത്തെ എല്ലാ വിശ്വാസികളും എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇക്കൊല്ലത്തെ ദുഃഖ്രാന തിരുനാൾ ഞങ്ങൾ വളരെയധികം വിപുലമായ രീതിയിലാണ് ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു കമ്മിറ്റി തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ജനറൽ കൺവീനറായിട്ട് ജോണി ചാക്കോ കൈതാരത്തിനെയും ജോയിന്റ് കൺവീനർമാരായി റീജൻ ദേവസി തെക്കനടുത്ത് ജോജോ ദേവസി മാമ്പിള്ളി എന്നിവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നീട് വരുന്ന ഓരോ കാര്യങ്ങളിൽ ആത്മീയമാണെങ്കിൽ ജോസ് പഴുപ്പറമ്പിൽ, ഫിനാൻസ് ജോയ് മാഞ്ഞൂരാൻ, ഫുഡ് കമ്മിറ്റി ജോൺസൺ കാരയിൽ, കലവറ മാത്തുണ്ണി കാരയിൽ, പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ബിനു കോലഞ്ചേരി, പബ്ലിസിറ്റി ജിജോ കളത്തിപ്പറമ്പിൽ, മീഡിയ ബിജോയ് ശ്രാമ്പിക്കൽ, ഓഹരി ജോസ് മുട്ടൻതോട്ടിൽ, വോളണ്ടിയർ ജോസ് മാമ്പിള്ളി, റിസപ്ഷൻ ലിൻസ് ആന്റണി കൂരൻ, മദർ CMC, മദർ CHF, വിമൻസ് വെൽഫെയർ സർവീസസ് എന്നിവരെല്ലാവരും കൂടി ചേർന്നാണ് റിസപ്ഷൻ കമ്മിറ്റിയിൽ ഉള്ളത്. ക്ലീനിങ് കമ്മിറ്റിയാണ് പിന്നീടുള്ളത് മോൺസി മുഞ്ഞമ്പള്ളി, വിൻസെന്റ് ഡിപ്പോൾ സൊസൈറ്റി. മട്ടം എഴുന്നള്ളിക്കാനും അതുപോലെ തന്നെ അടിമയിരുത്താനും സൗകര്യമുണ്ടായിരിക്കും. പിന്നീട് സമൂഹ മാമോദീസ നടത്തുന്നുണ്ട്. അത് 30-ാം തീയതിക്കുള്ളിൽ അറിയിക്കണമെന്നാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ച് പേരുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നേർച്ച സദ്യയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ ഇടവക്കാരോടും എല്ലാവരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്.